സുവിശേഷം ലോകം മുഴുവൻ അറിയിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം മിഷനറിമാർ റോഡുകളോ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത പപ്പുവ ന്യൂഗിനിയയിലെ വനാന്തരങ്ങളിലേക്കാണ് സുവിശേഷ പ്രഘോഷണവുമായി ജാഴ്സ് എന്ന ക്രിസ്ത്യൻ ഏവിയേഷൻ മിഷനിലെ വൈമാനികർ പറന്നിറങ്ങുന്നത്. വനങ്ങളും കുത്തനെയുള്ള മലനിരകളും പുഴകളും കടന്ന് ദിവസങ്ങളോളം അപകടകരമായ യാത്ര നടത്തേണ്ടിവരുന്ന ഗ്രാമങ്ങളിലുള്ള മിഷനറിമാർക്ക് ഏക ആശ്രയം ഈ ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ്. ഒരു ഗോത്രവിഭാഗവും ഒഴിവാക്കപ്പെടരുതെന്നും എല്ലാവർക്കും സ്വന്തം മാതൃഭാഷയിൽ ദൈവവചനം ലഭ്യമാകണമെന്നുമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ജാഴ്സ് പ്രസിഡന്റ് ഡോക്ടർ ജോൺ മാർഷലിസ് വ്യക്തമാക്കി. മുൻ US മിലിറ്ററി പൈലറ്റായ ഗ്രെഗ് റാച്ചാർഡ് ഉൾപ്പെടെയുള്ള വൈമാനികർ തങ്ങളുടെ അനുഭവ സമ്പത്ത് ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി വിനിയോഗിക്കുകയാണിവിടെ. ബാഹ്യലോകവുമായി ബന്ധമില്ലാത്ത പ്രദേശങ്ങളിൽ കഴിയുന്ന മിഷനറി കുടുംബങ്ങൾക്ക് അടിയന്തര വൈദ്യസഹായവും മറ്റ് പിന്തുണകളും നൽകുന്നതും ഈ പൈലറ്റുമാരാണ്. 40 വർഷത്തോളമായി മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ഫിന്നിഷ് ലിംഗ്വിസ്റ്റ് കത്രി ലിനോസാലയും 22 വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ 1300 പേർ മാത്രം സംസാരിക്കുന്ന നുക്ന ഭാഷയിലേക്ക് പുതിയ നിയമം വിവർത്തനം ചെയ്ത മാറ്റ് ടൈലറും ഈ മിഷന്റെ ഭാഗമാണ്. ഇപ്പോഴും നൂറുകണക്കിന് പ്രാദേശിക ഭാഷകളിൽ സമ്പൂർണ്ണ ബൈബിൾ വിവർത്തനം പൂർത്തിയാകുവാനുണ്ട്. ഭൂമിശാസ്ത്രപരവും ഭാഷാപരവുമായ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് അവസാനത്തെ മനുഷ്യനിലേക്കും ദൈവവചനത്തിന്റെ വെളിച്ചമെത്തിക്കുക എന്ന വലിയ ദൗത്യത്തിലാണ് ഈ മിഷനറി സംഘം. ചർച്ച് ഡെസ്ക്, ഷെഖീന ന്യൂസ്.